الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം സൂചിപ്പിച്ചതുപോലെ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്കും നമസ്കാരത്തിനു വേണ്ടി ഒരുമിച്ച് കൂടിയവരാണ് നമ്മളെല്ലാം. നമ്മുടെ നാടുകളിൽ ശക്തമായ ക്ഷാമവും വരൾച്ചയും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്ങാൻ കഴിയാത്ത ചൂട് നമ്മളെല്ലാം അനുഭവിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും കുടിവെള്ളം പോലും മുട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. പുഴകളും കിണറുകളും തോടുകളും എല്ലാം വറ്റി വരണ്ട് കുടിക്കാനുള്ള വെള്ളമില്ലാത്ത സാഹചര്യം. ജന്തുജീവജാലങ്ങളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇത്തരം സാഹചര്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പഠിപ്പിച്ച നമസ്കാരമാണ് സ്വലാത്തുൽ ഇസ്തിസ്ഖാ എന്ന് പറയുന്നത്. ഈ രൂപത്തിൽ ഒരു ചെറിയ ഒരു വിശദീകരണം നൽകി പ്രാർത്ഥിച്ച് നമുക്ക് നമസ്കരിക്കാം. അതുപോലെ തന്നെ നമസ്കരിച്ചിട്ടും സംസാരിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പൊ നമസ്കാരം നമ്മളൊന്ന് ആളുകൾക്ക് വേണ്ടി വൈകിപ്പിക്കുന്നത് കൊണ്ട് ആദ്യം നമ്മൾ സംസാരിക്കുകയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഒന്ന്, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. സയൻസിന് പലതും പറയാനുണ്ടാകും. മഴ എന്തുകൊണ്ട് പെയ്യുന്നില്ല എന്നുള്ളത് ശാസ്ത്രത്തിന് പലതും പറയാനുണ്ട്. എന്നാൽ ലോകത്തുനിന്ന് വരെ കളവ് പറഞ്ഞിട്ടില്ലാത്ത മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചില പ്രതിസന്ധികൾ നിങ്ങൾക്ക് നേരിടാനുണ്ട്. ആ പ്രതിസന്ധികൾ നിങ്ങൾ അനുഭവിക്കുമ്പോൾ വളരെയധികം പ്രയാസങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കുവാൻ വേണ്ടി അല്ലാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാമത്തെ വിഷയം മാരകമായ രോഗമാണ്. എവിടെയും കേട്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള പുതിയ പുതിയ രോഗങ്ങൾ ലോകത്ത് വരാനുണ്ട് എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് കൊറോണ പോലെയുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസം അനുഭവിച്ച് അത്തരം ഒരു പ്രയാസത്തിൽ നിന്ന് ഇന്നും ആളുകൾ മുക്തി നേടിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അപ്പോ ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോഴും പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകന്റെ ആ ഒരു മുഅ്ജിസത്ത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഈ ഒരു കാലഘട്ടത്തെ കുറിച്ച് പ്രവാചകന്റെ കാലത്ത്, അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിക്കുമ്പോൾ പ്രവാചകന്റെ മുഅ്ജിസത്താണ് വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത് അല്ലാഹുവിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ട് എന്നും ആ സൃഷ്ടാവിന്റെ സന്ദേശമാണ് പരിശുദ്ധ ഖുർആൻ എന്നും നമ്മൾ കൃത്യമായി ഇതിലൂടെ എല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ മുമ്പൊന്നും കേട്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള പുതിയ പുതിയ രോഗങ്ങൾ ലോകത്ത് കടന്നു വരാനുണ്ട് എന്ന് പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശക്തമായ ക്ഷാമവും അതുപോലെ തന്നെ ജീവിത ചെലവുകൾ
ഭാരമായി മാറുന്ന ഒരു കാലഘട്ടം, ക്ഷാമത്തിന്റെ കാലഘട്ടമാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ജീവിത ചെലവുകൾ ഭാരമായി കൊണ്ടിരിക്കുന്ന, ഒരറ്റം മറ്ററ്റത്ത് മുട്ടിക്കുവാൻ നമ്മളെല്ലാം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിച്ചു 5 കാര്യങ്ങൾ. ഭരണാധികാരികളെ കൊണ്ട് അനുയായികൾ പീഡനം അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലഘട്ടം, നമ്മെ നിയന്ത്രിക്കുന്ന നമ്മുടെ നേതാക്കന്മാർ, അതുപോലെ തന്നെ നമ്മുടെ ഭരണാധികാരികൾ നമ്മൾ ഉപദ്രവിക്കുന്ന കാലഘട്ടം വരാനുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുണ്ട്. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മഴയില്ലാത്തൊരു കാലഘട്ടം വരാനുണ്ട് എന്നും, വരൾച്ച അനുഭവിക്കുന്ന, അതുപോലെ തന്നെ ഈ രൂപത്തിൽ കുടിവെള്ളം മുട്ടുന്ന, ഭക്ഷണപാനീയങ്ങളിൽ പ്രയാസം ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട് എങ്കിൽ, പ്രവാചകൻ അന്ന് പഠിപ്പിച്ച 5 കാര്യങ്ങളും ഇന്ന് ഈ കാലഘട്ടത്തിൽ പുലർന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് റസൂൽ അന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് തോന്നിവാസങ്ങൾ, അശ്ലീലതകൾ പരസ്യമായി ചെയ്യുന്ന ഒരു കാലഘട്ടമായിരിക്കും അന്ന് എന്ന് പ്രവാചകൻ പ്രവചിച്ചു. അതിന്റെ കാരണം കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു. അതാണല്ലോ ഇന്ന് ബസ് സ്റ്റോപ്പുകളിലും, ബസ് സ്റ്റാൻഡുകളിലും, അങ്ങാടികളിലും, അതുപോലെ തന്നെ കടത്തുന്നകളിലും, ആളൊഴിഞ്ഞ പ്രദേശങ്ങളിലും, ബസ്സുകളിലും, അതുപോലെ തന്നെ ട്രെയിനുകളിലും നമുക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഇന്നത്തെ യുവാക്കളും യുവതികളും ഒരു തോന്നിവാസം പ്രവർത്തിക്കുമ്പോൾ പണ്ടത്തെ കാലഘട്ടത്തെ പോലെ അവർക്ക് ലജ്ജ നഷ്ടപ്പെട്ടു പോയി. അശ്ലീലത പ്രവർത്തിക്കുമ്പോൾ, ഒരു തിന്മ ചെയ്യുമ്പോൾ അവർക്ക് തിന്മയാണ് എന്ന് ബോധമില്ല എങ്കിൽ പോലും ആ ഒരു തോന്നിവാസം പ്രവർത്തിക്കുമ്പോൾ അത് പരസ്യമായി ചെയ്യുന്ന ആളുകൾ കാണുന്നുണ്ടോ ഇല്ല എന്നൊന്നും പരിശോധിക്കാതെ പരസ്യമായി തിന്മകൾ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് ജീവിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരം പിന്നെ നിങ്ങൾക്ക് പ്രയാസങ്ങൾ ജീവിതത്തിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുപോലെ തന്നെ രണ്ടാമത് റസൂൽ പറഞ്ഞത് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന സാഹചര്യമായിരിക്കും അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാവുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മൂന്നാമതായിട്ട് റസൂൽ പറഞ്ഞത് കാത്തുകൊടുക്കാത്ത ജനത അവിടെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കാനുള്ള കാരണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിച്ചു. ഈ കാരണത്തെ നമ്മൾ പരിശോധിക്കണം. ഈ 3 കാര്യങ്ങളും അന്ന് റസൂൽ പഠിപ്പിച്ചു. ഈ 3 കാര്യങ്ങളും പരസ്യമായി തിന്മകൾ ചെയ്യുന്ന ഒരു സാഹചര്യം, അതുപോലെ തന്നെ പിന്നെ അളവിലും തൂക്കത്തിലും കൃത്യം കാണിക്കുന്ന ഒരു ജനത, അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കാത്ത ഒരു ജനത, ഇങ്ങനെയുള്ള വിഭാഗങ്ങൾ കടന്നു വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള 5 പ്രയാസങ്ങൾ നിങ്ങളിൽ വന്ന് ചേരുമെന്ന് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, വർഷത്തിൽ കണക്ക് നോക്കിയിട്ട് നമ്മുടെ സമ്പത്തിന്റെ സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കണം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ മഴയ്ക്ക് വേണ്ടി നമസ്കരിക്കാൻ വന്നവരോട്, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മഴ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ വന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, ആ സക്കാത്ത് നമ്മൾ കണക്ക് നോക്കിയിട്ട് കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ ഉമ്മക്ക് വേണ്ടത്, നമ്മുടെ വാപ്പക്ക് വേണ്ടത്, നമ്മുടെ ഭാര്യക്ക് വേണ്ടത്, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടത്, നമ്മുടെ മക്കൾക്ക് വേണ്ടത്, നമ്മുടെ ജീവിത ചെലവുകൾക്ക് വേണ്ടത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമ്പത്തിന്റെ 2.5% നിങ്ങൾ സക്കാത്ത് കൊടുക്കണമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളുടെ കൂട്ടത്തിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് അതാർത്ഥം പറഞ്ഞ് പ്രഖ്യാപിച്ച് മുസ്ലിമായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അടുത്ത അവൻ ചെയ്യേണ്ടത് 5 വഖത്ത് നമസ്കാരം കൃത്യമായി നിർവഹിക്കുക എന്നുള്ളതാണ്. 5 വഖത്ത് നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവൻ നിർബന്ധമായിട്ടും സക്കാത്ത് കൊടുക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് പ്രഖ്യാപിച്ച നമ്മൾ നമസ്കാരം കൃത്യമായിട്ട് നമ്മൾ നിർവഹിക്കുന്നുണ്ട് എങ്കിലും സക്കാത്തിന്റെ വിഷയത്തിൽ പലപ്പോഴും നമ്മൾ പിന്നിലാണ്. നമസ്കാരത്തിന് കൃത്യനിഷ്ഠത കാണിക്കുന്നത് പോലെ, റമദാൻ മാസത്തിന് നമ്മൾ കൃത്യനിഷ്ഠത കാണിക്കുന്നത് പോലെ, ഹജ്ജിനും മറ്റുള്ള ഇബാദത്തുകൾക്കുമെല്ലാം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് പോലെ സക്കാത്തിന്റെ വിഷയത്തിൽ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന വിഷയമാണല്ലോ. എന്നാൽ ഇങ്ങോട്ട് കിട്ടുന്ന കാര്യത്തിൽ നമ്മൾ ഹലാലുകളോ ഹറാമുകളോ ഒന്നും നോക്കാറില്ല. പലിശയ്ക്ക് വേണ്ടി പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജനതയാണ്
ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്. പലിശയെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത് സ്വന്തം ഉമ്മയെ നമ്മൾ നൊന്ത് പ്രസവിച്ച ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പലിശയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന വിഷയത്തിൽ നമ്മൾ ആരും പലിശ വാങ്ങുന്ന വിഷയത്തിലും പലിശ കൊടുക്കുന്ന വിഷയത്തിലും നമ്മളൊന്നും ശ്രദ്ധ കാണിക്കാറില്ല. അതിലെ ഹലാലുകളും ഹറാമുകളൊന്നും നമ്മൾ നോക്കാറില്ല. അത്തരം കാര്യങ്ങൾ ഹറാമാണ് എങ്കിൽ പോലും അതൊക്കെ നമ്മൾ ജീവിതത്തിൽ വലിയ പ്രാധാന്യം കൊടുക്കാതെ മാറി നിൽക്കാതെ അതിൽ മുഴുകിക്കൊണ്ട് ജീവിക്കുമ്പോൾ സക്കാത്ത് അത് കൊടുക്കുന്ന വിഷയമാണല്ലോ. അതിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കുന്ന സാഹചര്യം വരുമ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സക്കാത്ത് കൃത്യമായി കൊടുക്കാത്ത ജനത വന്നാൽ നിങ്ങൾക്ക് ആകാശത്തിൽ നിന്നുള്ള ബർക്കത്ത് നിങ്ങൾക്ക് ഇറങ്ങുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് പരസ്യമായിട്ട് തിന്മകൾ ചെയ്യുന്ന ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലെ യുവത്വത്തിനെതിരെ പ്രതികരിക്കാൻ, അവർക്കെതിരെ ശബ്ദിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അളവിലും തൂക്കത്തിലും കൃത്യമം കാണിക്കുന്നവർക്കെതിരെ പ്രതികരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സക്കാത്തിന് പ്രാധാന്യം കൊടുക്കാനും പ്രോത്സാഹനം കൊടുക്കാനും പാവപ്പെട്ടവന്റെ ദരിദ്രന്റെ അത്താഴം അവന് എത്തിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ അവനെ സ്നേഹിക്കുന്ന അവന് വേണ്ടി എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന വിഷയത്തിൽ പ്രാധാന്യം കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അതാണ് പ്രധാനമായിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. വേറൊന്നും നമുക്കില്ല. പ്രാർത്ഥിക്കുക, മനസ്സുരുകി നമ്മുടെ കരങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് കക്ഷം കാണുന്ന രൂപത്തിൽ ആകാശത്തിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് ഹദീസുകളിൽ കാണാൻ കഴിയും. നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാനുള്ളൂ. കാരണം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ആ പ്രാർത്ഥന കേട്ടുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. നമുക്കിപ്പോൾ മഴ ആവശ്യമുണ്ട്. ആ മഴ ഇറക്കാൻ കഴിവുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ആ മഴ ലഭിച്ചിട്ടില്ല എങ്കിൽ പല രൂപത്തിലുള്ള പ്രതിസന്ധികളുണ്ട്. നമുക്ക് കുടിവെള്ളമില്ലാത്ത അവസ്ഥ, അതുപോലെ തന്നെ ഭക്ഷണമില്ലാത്ത അവസ്ഥ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിലെ 1-ാമത്തെ കൽപ്പന ഖുർആൻ പഠിപ്പിച്ചല്ലോ. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖറജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ നിങ്ങൾ ഒരിക്കലും അല്ലാഹുവിന് പങ്കുകാരെ ചേർക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഖാലിഖ്. അല്ലാഹുവിനെ ഒരു ഖാലിഖുണ്ട് എന്ന് വിശ്വസിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് മാലിക്. അല്ലാഹുവിന് ഒരു മാലിക്കുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് റാസിഖ്. അല്ലാഹുവിന് ഒരു റാസിഖുണ്ട് എന്ന് വിശ്വസിക്കാൻ പാടില്ല. അല്ലാഹു മാത്രമാണ് മുദബ്ബിർ, അഥവാ ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നവൻ. അല്ലാഹുവിന് പിന്നെ ഒരു മുദബ്ബിറുണ്ട് എന്ന് നമ്മളാരും വിശ്വസിക്കാൻ പാടില്ല. അല്ലാഹു കാണും പോലെ, അല്ലാഹു കേൾക്കും പോലെ, അല്ലാഹു അറിയും പോലെ കാര്യങ്ങൾ കാണാനും കേൾക്കാനും അറിയാനും കഴിവുള്ള ഒരാളുമില്ല എന്ന് വിശ്വസിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഇബാദത്തുകൾ മുഴുവൻ നാവ് കൊണ്ടുള്ള ഇബാദത്താണെങ്കിലും ഖൽബ് കൊണ്ടുള്ള ഇബാദത്താണ് എങ്കിലും നമ്മുടെ ശരീരം കൊണ്ടുള്ള ഇബാദത്തുകളാണ് എങ്കിലും അതെല്ലാം അല്ലാഹുവിന് വേണ്ടി മാത്രം. അതാണ് ഫലാ തജഅലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു? അല്ലാഹുവാണ് ആകാശത്തെ പടച്ചത്, അല്ലാഹുവാണ് ഭൂമിയെ പടച്ചത്, അല്ലാഹുവാണ് ആകാശത്തിൽ നിന്ന് മഴയിറക്കി തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയുള്ളവരാണ്? നിങ്ങൾക്ക് ആകാശത്തിൽ നിന്ന് വെള്ളം ഇറക്കിയിട്ട് കുടിവെള്ളം നൽകുന്നവരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ വെള്ളം മൂലം നിങ്ങൾക്ക് പുൽക്കൊടികളെ മുളപ്പിച്ചു തരുന്നവരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് മഴയെ ഇറക്കി നമ്മളെ സഹായിക്കാൻ, നമ്മുടെ വിശപ്പും ദാഹവും മാറ്റിത്തരാൻ, നമ്മുടെ പ്രയാസം മാറ്റിത്തരാൻ ലോകത്ത് നമ്മുടെ സൃഷ്ടാവായ അല്ലാഹുവിന് മാത്രമേ പറ്റുമെങ്കിൽ, കഴിയുമെങ്കിൽ ആത്മാർത്ഥമായിട്ട് നമ്മുടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നുള്ളതാണ്. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് പറയുകയാണ്,
നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇസ്തിഗ്ഫാർ ജീവിതത്തിൽ നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. എത്ര എത്ര തെറ്റുകുറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസാരങ്ങളിലൂടെ, നമ്മുടെ നോട്ടങ്ങളിലൂടെ, നമ്മുടെ കേൾവികളിലൂടെ എല്ലാം ഒരുപാട് തിന്മകൾ, തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളൊന്നൊരു വേള ആലോചിച്ചു നോക്ക്. ഈ തിന്മകളുമായിട്ട് മരിക്കേണ്ടി വന്നാൽ നമ്മുടെ അവസ്ഥയെ കുറിച്ച് നമ്മൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു തെറ്റ് ചെയ്തിട്ട് ഉടനടി പശ്ചാത്താപിച്ച് മടങ്ങുകയാണ്. റബ്ബന ളലംന അൻഫുസന വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. ജീവിതത്തിൽ പിന്നെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 100 തവണ, ചുരുക്കിയത് 100 തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പാപികളാണ്. എത്ര എത്ര തെറ്റുകുറ്റങ്ങളാണ് ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ടോ? നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ നമുക്ക് സമയം കണ്ടെത്താറുണ്ടോ കൂട്ടരെ? അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ലഭിക്കണമെങ്കിൽ ഇസ്തിഗ്ഫാർ അനിവാര്യമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. നൂഹ് നബിയുടെ സന്ദേശം അല്ലാഹുവിനെ വിട്ടുകൊണ്ട് ബത്തിനെയും സുവായിനെയും യഊസിനെയും യഊഖിനെയും ആരാധിച്ച് ലോകത്ത് ആദ്യമായിട്ട് ശിർക്ക് ചെയ്ത ജനതയോട് നൂഹ് നബിയുടെ ഒന്നാമത്തെ പ്രവാചകന്റെ സന്ദേശം ഇസ്തഗ്ഫിറു. നിങ്ങൾ ചെയ്ത ശിർക്കിന്റെ പേരിൽ, നിങ്ങൾ ചെയ്ത തെറ്റുകുറ്റത്തിന്റെ പേരിൽ അല്ലാഹുവിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യും. അല്ലാഹുവിനോട് നിങ്ങൾ പശ്ചാത്താപിച്ച് മടങ്ങി, അല്ലാഹുവിലേക്ക് നിങ്ങൾ ഖേദിച്ച് മടങ്ങി നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്താൽ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. നിങ്ങളുടെ ഇസ്തിഗ്ഫാർ കൊണ്ട്, നിങ്ങളുടെ ഖേദം കൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് സമൃദ്ധമായ മഴ നിങ്ങൾക്ക് ഇറക്കി തരുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, നൂഹ് നബിയുടെ സന്ദേശം പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ നൂഹിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മുടെ പ്രാർത്ഥന എത്രത്തോളം അല്ലാഹു സ്വീകരിക്കുന്നുണ്ട് നമുക്കറിയില്ല. നമ്മുടെ ഇസ്തിഗ്ഫാർ എത്രത്തോളം അല്ലാഹു സ്വീകരിക്കുന്നുണ്ട് നമുക്കറിയില്ല. കാരണം നമ്മൾ ഇബാദത്ത് ചെയ്യുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു, അതുപോലെ തന്നെ നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. ഇതൊക്കെ പടച്ച റബ്ബ് സ്വീകരിക്കുന്നുണ്ടോ ഇല്ലേ നമുക്ക് ഒരാൾക്കും പറയാൻ കഴിയില്ല. കാരണം പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ സഹജീവികളോടുള്ള പെരുമാറ്റങ്ങൾ മോശമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാ ജീവജാലങ്ങളോടും മനുഷ്യരോടും മറ്റുള്ള ജീവികളോടും ജന്തുക്കളോടും ജാലങ്ങളോടും എല്ലാം കാരുണ്യത്തോടുകൂടി പെരുമാറണമെന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, നായക്ക് വെള്ളം കൊടുത്തപ്പെട്ട് സ്വർഗ്ഗത്തിൽ പോയി എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പൂച്ചയെ കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാതിരുന്ന ഒരു മനുഷ്യൻ നരകത്തിൽ പോയി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലായി, എല്ലാ ജീവികളോടും കാരുണ്യം കാണിക്കണമെന്നാണ് നാം പഠിപ്പിക്കപ്പെട്ടുള്ളത്. ആ കാരുണ്യം നമ്മളിൽ ഉണ്ടാകണം. പ്രിയമുള്ളവരെ, ഈ ശക്തമായ വളർച്ച, വരൾച്ചയുള്ള ഈ സാഹചര്യത്തിൽ, ക്ഷാമമുള്ള ഈ ഒരു സാഹചര്യത്തിൽ വെള്ളത്തിന് വേണ്ടി ഓരോ മനസ്സുകളും കൊതിക്കുമ്പോൾ, നമ്മുടെ ചുറ്റുപാടുള്ള, നമ്മുടെ വീട്ടിൽ വരുന്ന, നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവജാലങ്ങളും ഈ വെള്ളത്തിന് വേണ്ടി കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പുഴകളും തോടുകളും കുളങ്ങളുമെല്ലാം വറ്റി വരണ്ട സാഹചര്യമാകുമ്പോൾ, നമ്മുടെ വീടുകളിൽ ആ ജീവജാലങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം നമ്മൾ ഒരുക്കേണ്ടതുണ്ട്. നമ്മുടെ തട്ടിപ്പുറത്തോ മരച്ചില്ലകളിലോ നമ്മൾ പിന്നെ വെള്ളം തൂക്കിയിട്ടുണ്ട്. മറ്റുള്ള ജീവികൾക്ക് വെള്ളം കുടിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കേണ്ട ബാധ്യത കൂടി നമുക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം മറ്റുള്ള ജീവികളോട് മാത്രമല്ല കാരുണ്യം കാണിക്കേണ്ടത്, എല്ലാ മനുഷ്യരോടും എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറാൻ. ഇവിടെ ഹിന്ദുക്കളുണ്ട്, ഇവിടെ ക്രിസ്ത്യാനികളുണ്ട്, ഇവിടെ മുസ്ലിങ്ങളുണ്ട്, മറ്റുള്ള മതസ്ഥക്കാരുണ്ട്. ആരുടെയും വിശ്വാസം നമ്മൾ നോക്കേണ്ടതില്ല, ഒരാളുടെയും ജാതി നമ്മൾ നോക്കേണ്ടതില്ല, ഒരാളുടെയും ആദർശം നമ്മൾ നോക്കേണ്ടതില്ല. അവരുടെ വിശ്വാസത്തിൽ നിന്ന്, അവരുടെ ആദർശത്തിൽ നിന്ന് ലക്കും ദീനും വലിയ ദീൻ, അവരുടെ ആദർശം അവർക്ക്, നമ്മുടെ വിശ്വാസം നമുക്ക്. ആ നിലപാടിൽ നിന്നുകൊണ്ട് ഹിന്ദുവിനെ സ്നേഹിക്കുവാനും ക്രിസ്ത്യാനിയെ സ്നേഹിക്കുവാനും മറ്റുള്ള മതക്കാരെ സ്നേഹിക്കുവാനും
അവർക്ക് വേണ്ടുന്ന ഒത്താശകളെല്ലാം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചല്ലോ. ഒരു അയൽവാസിക്ക് എന്തെല്ലാം ആവശ്യമായിരുന്നു നിന്റെ പക്കലുണ്ടോ, അത് അവൻ ആവശ്യപ്പെടുമ്പോ അവന്റെ ജാതിയോ മതമോ ഒന്നും നമ്മൾ നോക്കേണ്ടതില്ല. അത് ചെയ്തു കൊടുക്കാൻ നിനക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ നീ മതനിഷേധിയാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട മുസ്ലിങ്ങളാണ് നമ്മളെല്ലാം. പക്ഷേ ഇന്ന് നമ്മൾ സ്നേഹിക്കുന്നതും ഇന്ന് നമ്മൾ സഹകരിക്കുന്നതും ഇന്ന് നമ്മൾ കാരുണ്യം കാണിക്കുന്നതും ഈ രൂപത്തിൽ വിശ്വാസം നോക്കിക്കൊണ്ടാണ്, അതുപോലെ തന്നെ ആദർശം നോക്കിക്കൊണ്ടാണ്. മുസ്ലിങ്ങൾക്കിടയിൽ പോലും അവൻ നമ്മുടെ സംഘടനയിൽ പെട്ടതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം ആളുകളോട് വിമുഖത കാണിക്കുന്ന ഒരു സാഹചര്യം നമ്മളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ നാം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. എല്ലാവരോടും, മറ്റുള്ള ജീവജാലങ്ങളോടും ജന്തുക്കളോടും എല്ലാം കാരുണ്യം കാണിക്കുന്നതിനേക്കാൾ മനുഷ്യരോട് നമ്മൾ ജാതിയും മതവും വിശ്വാസവും ആദർശവും എല്ലാം മറന്നുകൊണ്ട് പരസ്പരം ഒത്തൊരുമയോടുകൂടി സ്നേഹത്തോടുകൂടി ജീവിക്കുന്ന ഒരു കാലഘട്ടം നമ്മളിൽ തിരിച്ചു വന്നിട്ടില്ല എങ്കിൽ ഇല്ലട്ടോ, നമ്മുടെ പ്രാർത്ഥനകൾ പകയും വിദ്വേഷവും വൈരാഗ്യവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഒരു പ്രാർത്ഥന പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല, ഒരു ഇസ്തിഗ്ഫാർ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്ന് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് തിരക്കുകളുള്ളവരാണ് പ്രിയമുള്ളവരെ. ഒരു ഗ്രഹണ നമസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൽപ്പം മുന്നിലേക്ക് പോയി, ഒരൽപ്പം പിന്നിലേക്ക് പോയി. നമസ്കാരം കഴിഞ്ഞിട്ട് സഹാബത്ത് ചോദിച്ചു, നബിയെ എന്താണ് സംഭവിച്ചത്? അതിന് വിപരീതമായിട്ട് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ കണ്ടല്ലോ, എന്ത് സംഭവിച്ചു? എന്റെ മുമ്പിൽ അല്ലാഹു സ്വർഗ്ഗം കാണിച്ചു തന്നു, അതിലെ സുഖാനുഭൂതികൾ കണ്ട് അത് അനുഭവിക്കുവാൻ വേണ്ടി ഞാൻ മുന്നോട്ട് പോയതായിട്ടാണ് നിങ്ങൾ കണ്ടത്. ഉടനെ അല്ലാഹു മുമ്പിൽ നരകം കാണിച്ചു തന്നു. ആ ശക്തമായ ചൂട് ഭയാനകരമായ അവസ്ഥയും കണ്ടപ്പോ പിന്നിലേക്ക് മാറുന്നതാണ് നിങ്ങൾ കണ്ടത്. ആ നരകം കണ്ട റസൂൽ പറയുന്നവരോ, ഞാൻ കണ്ട നരകമെന്നാണ് നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ ജീവിതത്തിൽ ഒരൽപ്പം മാത്രമേ നിങ്ങൾ ചിരിക്കുകയുള്ളൂ. ഒന്ന് പുഞ്ചരിക്കാൻ പോലും, ഒന്ന് തമാശ പറയാൻ പോലും, ഒന്ന് തമാശ പ്രവർത്തിക്കാൻ പോലും നിങ്ങൾക്ക് ജീവിതത്തിൽ സമയമുണ്ടാവുകയില്ല. ഞാൻ കണ്ട നരകമെന്നാണ് നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ ജീവിതം മുഴുവൻ നിങ്ങൾ കരഞ്ഞു തീർക്കുമായിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ശക്തമായ ചൂട് നമ്മൾ അനുഭവിക്കുമ്പോൾ ഈ ചൂടുണ്ടല്ലോ കൂട്ടരെ, നാളെ നരകത്തിന്റെ ചൂടിന്റെ 70% മാത്രമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ ഒരു നിമിഷം പോലും ആ നരകത്തിന്റെ ചൂട് താങ്ങാൻ, ഒരു നിമിഷം പോലും ആ നരകത്തിൽ ചെന്ന് കിടക്കാൻ ഇല്ല, സാധിക്കുകയില്ല. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത്, അല്ലാഹുവിനെ ആരാധിച്ച്, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിച്ച് യഥാർത്ഥ മുഅ്മിനീങ്ങളായി, യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ അടക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരിക്കാം, അതല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കരങ്ങൾ കക്ഷം കാണുന്ന രൂപത്തിൽ നിങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ എന്ന് നിങ്ങൾ പറയുമ്പോൾ മനസ്സുരുകി ഇഖ്ലാസോടുകൂടി എല്ലാ ദേഷ്യവും, എല്ലാ പകയും, എല്ലാ വൈരാഗ്യവും മനസ്സിന്റെ ഉള്ളിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് അല്ലാഹുവിനോട് നിഷ്കളങ്കനായ അല്ലാഹുവിന്റെ അടിമയായിട്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا كثيرا طيبا لله سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم ارحمنا يا أرحم الراحمين
اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم ارحمنا يا ارحم الراحمين. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم ارحمنا يا ارحم الراحمين. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. اللهم ارحمنا يا أرحم الراحمين. റഹ്മാനായ റബ്ബേ, നിന്നിൽ വിശ്വസിച്ചവരാണ് ഞങ്ങളെല്ലാം. ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പൊറുത്തു തരണേ റഹ്മാനെ. യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. നിന്നനുസരിച്ചുകൊണ്ട് മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിൽ മാതൃകയാക്കിക്കൊണ്ട് ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. പാപികളാണ് അല്ലാഹ്, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. നിന്നോട് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ അല്ലാഹ്. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നവരാണ് നീ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നവനാണ് നീ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവനാണ് നീ. ഞങ്ങളുടെ കർമ്മങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി തരണേ അല്ലാഹ്. ഞങ്ങളുടെ മുറാദുകൾ നീ ഹാസിലാക്കി തരണേ റഹ്മാനെ. ശക്തമായ ക്ഷാമവും വരൾച്ചയും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് റഹ്മാനെ. ജന്തുജീവജാലങ്ങളെല്ലാം തത്തൊടുങ്ങിക്കൊണ്ടിരിക്കുകയാണ് റഹ്മാനെ. എല്ലാവരും പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് റഹ്മാനെ. നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് മേൽ വർഷിപ്പിക്കണേ അല്ലാഹ്. മഴ ഇറക്കാൻ കഴിവുള്ളവൻ നീ മാത്രമാണ് അല്ലാഹ്. മഴ നീക്കാൻ കഴിവുള്ളവൻ മാത്രമാണ് അല്ലാഹ്. നിന്നോട് മാത്രമേ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൂ അല്ലാഹ്. നീ ഞങ്ങൾക്ക് മഴയെ നൽകണേ അല്ലാഹ്. പുൽക്കൊടികളെ മുളപ്പിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് കുടിക്കാനുള്ള ശുദ്ധമായ വെള്ളം നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തെ നീ നിലനിർത്തണേ അല്ലാഹ്. ആ ജീവിതം നിനക്ക് വേണ്ടിയാക്കണേ അല്ലാഹ്. ഇഖ്ലാസുള്ളവരാക്കണേ അല്ലാഹ്. ഉപകാരപ്രദമായ മഴയെ നൽകണേ അല്ലാഹ്. ഉപകാരപ്രദമായ മഴയെ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ പുഴകളെ നീ നിറയ്ക്കണേ അല്ലാഹ്. പ്രയാസപ്പെടുത്തരുത് അല്ലാഹ്. ഞങ്ങളുടെ കുളങ്ങളെ നീ നിറയ്ക്കണേ അല്ലാഹ്. പ്രയാസപ്പെടുത്തരുത് റഹ്മാനെ. ഞങ്ങളുടെ തോടുകളെ നിറയ്ക്കണേ അല്ലാഹ്. നീ ഞങ്ങളെ പ്രയാസപ്പെടുത്തരുത് അല്ലാഹ്. മഴയിറക്കിക്കൊണ്ട് ശിക്ഷിക്കുന്ന ഒരവസ്ഥ നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കല്ലേ അല്ലാഹ്. നിന്റെ അനുഗ്രഹമാണ്, നിന്റെ കാരുണ്യമാണ്, അത് നീ ഞങ്ങളിൽ വർഷിപ്പിക്കണേ അല്ലാഹ്. യാ അർഹമർ റഹീമീൻ. اللهم اعز الاسلام والمسلمين. اللهم اعز الاسلام والمسلمين. اللهم اعز الاسلام والمسلمين. اللهم ارحمنا يا ارحم الراحمين. اللهم اغفر لحينا وميتنا وشاهدنا وغائبنا وذكرنا وانثانا. اللهم من احييته منا فاحي على الاسلام. اللهم من احييته منا فاحي على الاسلام. اللهم من احييته فاحي على الاسلام. اللهم من توفيته منا فتوفه على الايمان. اللهم من توفته على الايمان. اللهم من احييته منا فاحي على الاسلام. اللهم من احييته على الاسلام. اللهم ارحمنا يا ارحم الراحمين. اللهم اغثنا. اللهم اغثنا. اللهم اغثنا يا ارحم الراحمين. اللهم اسقنا يا ارحم الراحمين. اللهم اسقنا يا ارحم الراحمين. اللهم اسقنا يا ارحم الراحمين. اللهم اسق عبادك يا ارحم الراحمين. اللهم اسق عبادك يا ارحم الراحمين. اللهم اسق وبهائمك يا ارحم الراحمين. وانشر رحمتك يا ارحم الراحمين. اللهم اغثنا. اللهم اغثنا. اللهم اغفرنا. اللهم اغثنا. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم اسق عبادك وبهائمك وانشر رحمتك واحيي بلدك الميت. واحيي بلدك الميت. واحيي بلدك الميت يا ارحم الراحمين. اللهم اسقنا غيثا مغيثا. اللهم اسقنا غيثا مغيثا. اللهم اسقنا غيثا مغيثا. مريا مريعا. مريا مريعا. نافعا غير ضار. نافعا غير ضار. نافعا غير ضار. عاجلا غير
عاجل عاجلا غير عاجل. اللهم اسقنا غيثا مغيثا مريعا غدقا مجدلا يما طبقا صحا دائما. اللهم اسقنا الغيث ولا تجعلنا من القانتين ولا تجعلنا من القانتين ولا تجعلنا من القانتين. اللهم اسقنا عبادك وبهائمك. اللهم اسقنا بالعباد والبلاد والبهائم والخلق والنوعاء والسحر والقلب ما لا نشكو الا اليك ما لا نشكو الا اليك ما لا نشكو الا اليك. اللهم ارحمنا يا ارحم الراحمين. اللهم انبت لنا الزرع اللهم انبت لنا الزرع اللهم انبت لنا الزرع وعذر لنا الضرع وعذر لنا الضرع واسقنا من بركات السماء واسقنا من بركات السماء واسقنا من بركات السماء وانبت لنا من بركات الارض واسقنا من بركات السماء وانبت لنا من بركات الارض واسقنا من بركات السماء وانبت لنا من بركات الارض. اللهم ارحمنا يا ارحم الراحمين. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين. സഹോദരങ്ങളെ, നമസ്കാരം നമ്മൾ ആരംഭിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നാമത്തെ റക്അത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം 7 തക്ബീറുകളും രണ്ടാമത്തെ റക്അത്തിൽ 5 തക്ബീറുകളും ഉണ്ടായിരിക്കുന്നതാണ്. ആത്മാർത്ഥമായിട്ട് എല്ലാവരും സ്മരിച്ച് പ്രാർത്ഥിക്കണം. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. الله أكبر. الله أكبر. الله أكبر. الله أكبر. الله أكبر. الله أكبر. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير. لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت. ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. الله أكبر.
سمع الله لمن حمده. الله أكبر. 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 الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. يا أيها الذين آمنوا إن تنصروا الله ينصركم ويثبت أقدامكم والذين كفروا فتعسا لهم وأضل أعمالهم ذلك بأنهم كرهوا ما أنزل الله فأحبط أعمالهم أفلم يسيروا في الأرض فينظروا كيف كان عاقبة الذين قبلهم دمر الله عليهم وللكافرين أمثالها ذلك بأن الله مولى الذين آمنوا وأن الكافرين لا مولى لهم. الله أكبر. سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر. الله أكبر. السلام عليكم ورحمة الله. السلام عليكم ورحمة الله.